അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വോട്ട് ഈറ്റിനിടെയാണ്. രാവിലെ തന്നെ വെയിറ്റ് നോക്കിയപ്പോൾ 73.5 കിലോ. സങ്കടമൊന്നുമില്ല, കാരണം ഒരു 2 മാസം മുന്നേ 79 ആയിരുന്നത് ഞാൻ 73.5 എത്തിച്ചിട്ടുണ്ട്. ജിമ്മിനൊക്കെ പോകുന്നുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ബോക്സ് വന്നപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പം ഇനി അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ ഒരു ഡ്രിങ്ക് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ച് ഇഞ്ചി ചതച്ചിട്ടത് ചൂടുവെള്ളത്തിൽ, പിന്നെ കുറച്ച് ചിയാ സീഡ് സോക്ക് ചെയ്തതും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ രാവിലെ തന്നെ കഴിക്കണേ. ചിയാ സീഡ് മാക്സിമം തലേദിവസം തന്നെ സോക്ക് ചെയ്യണതാണ് കേട്ടോ നല്ലത്. ചിയാ സീഡ് മാക്സിമം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ, കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ട. അത് തലേദിവസം സോക്ക് ചെയ്തുകൊണ്ടാണ് അത്രയും ക്വാണ്ടിറ്റി തോന്നണേ. കുടിക്കാൻ ഇത്തിരി പ്രയാസമാണെങ്കിലും കഷ്ടപ്പെട്ട് അങ്ങോട്ട് കുടിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് മഷ്റൂം എഗ് ഓംലെറ്റ് ആണ് കേട്ടോ. ഈ ഓംലെറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്, കുറച്ച് ഗ്രീൻ ചില്ലി എരിവിനിട്ടുണ്ട്, കാരണം പെപ്പർ പൗഡർ കഴിഞ്ഞേക്കായിരുന്നു. പിന്നെ 3 ഹോൾ എഗ്ഗും 2 വലിയ ബട്ടൺ മഷ്റൂമാണ് ഇട്ടേക്കണേ കേട്ടോ. എല്ലാം കൂടി നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം ഒലിവ് ഓയിലിൽ കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല, അങ്ങനെ കുക്ക് ചെയ്തെടുത്തതാണിത്. ഇതാണ് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചിന് നമ്മൾ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുഴിമന്തി. അപ്പോൾ അതിന് 150 ഗ്രാം റൈസാണ് കേട്ടോ. ചിക്കൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ചെയ്തതിന് ശേഷം വീണ്ടും റൈസ് അളന്നതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ 150 ഗ്രാം റൈസൊന്നും എടുക്കാൻ പാടില്ല, ഒരു 100 ഗ്രാമൊക്കെ പാടുള്ളൂ. പക്ഷേ ഇതൊക്കെ എങ്ങനെ കഴിക്കാണ്ടിരിക്കുക. ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യണില്ല, ക്വാണ്ടിറ്റി കുറയ്ക്കണുള്ളൂ. അപ്പോൾ 150 ഗ്രാം റൈസും ഒരു ചിക്കൻ്റെ ലെഗ് പീസ്, ഡ്രം സ്റ്റിക്കും തൈസും കൂടിയുള്ള ഒരു പീസ്, അതും സ്കിന്നോട് കൂടിയുള്ളത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി ഓയിൽ പോലും യൂസ് ചെയ്തിട്ടില്ല. ചിക്കൻ്റെ സ്കിന്നിൽ നിന്ന് ഇറങ്ങിയ ഓയിലാണ് കേട്ടോ. റൈസ് കുക്ക് ചെയ്യാനും ഓയിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ റൈസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് ഒരു ദിവസം വീണ്ടും സെറ്റാക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഹെൽത്തിയാണ്. കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കണമെന്ന് മാത്രം. പിന്നെ ഞാൻ സപ്ലിമെൻ്റായിട്ട് ഇപ്പോൾ കഴിക്കണത് ഇത് വൈറ്റമിൻ ഡി ആണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ഒരു ബിസ്ക്കറ്റും പിന്നെ ഒരു ഓറിയോയും കൂടാണ്ട് 1 കപ്പ് മധുരം ഇടാത്ത ഒരു ചായയും കൂടി കഴിച്ചു. കൊച്ചിന് ചായ കൊടുത്തപ്പോൾ കൊതിയായിട്ട് കഴിച്ചതാണ് കേട്ടോ. പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല. അങ്ങനെ അതായിരുന്നു എൻ്റെ ഡിന്നർ.